ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങളുടെ മനസ്സുകൾ മാത്രമല്ല ശരീരം ഒന്നായി തീരുകയായിരുന്നു. എന്റെ ബാലേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. എന്റെ വയറ്റിൽ ബാലേട്ടന്റെ ജീവൻ വളരുന്നെന്ന് സത്യം. അങ്ങനെ ഞാൻ രമ്യമോളെ പ്രസവിച്ചു. നിന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ നീ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്? വിവാഹം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹം അവളെ പഴിച്ചവളെന്ന് മുദ്ര കുത്തില്ലേ? ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് എന്റെ വിവാഹവും ഭർത്താവിന്റെ ആക്സിഡന്റും. അപ്പോൾ അയാൾ നിന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? ആ മനുഷ്യൻ മറ്റൊരു കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് ഈ സത്യം അയാളുടെ അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായ ഒരമ്മയായി നിനക്ക് ജീവിക്കേണ്ടി വരും. വേണ്ട സൂസി, എന്റെ ജീവിതമോ തകർന്നു. ബാലേട്ടനെങ്കിലും സുഖമായി ജീവിക്കട്ടെ. എന്റെ വേദനകളും ദുഃഖങ്ങളുമായി ഞാനിവിടെ കഴിഞ്ഞോളാം. സുഖമില്ലാതിരിക്കുന്ന മേനോൻ സാറിനെ കൂടി എന്തിനു വേദനിപ്പിക്കണം? എന്റെ വിധി ഇതാണ്.